മാർക്കറ്റിനെ കുറിച്ച് എന്താ അഭിപ്രായം? നല്ല അഭിപ്രായമാണ്, കുഴപ്പമൊന്നുമില്ല. ഞാൻ എന്താ പറയാ വെച്ചാല് ഡൽഹി മാർക്കറ്റ് ഒരു അറബിക്കടല. ഇവിടെ മീൻ തീരൂല, നല്ല വല വീശി പിടിക്കാൻ നല്ല പിടുത്തം പിടിക്കണം അല്ലേ? അന്റെ ഇപ്പൊ 3 ദിവസം അതിലൂടെ വന്നിട്ട് അതിന്റെ ഒരു എക്സ്പീരിയൻസ് എന്താ? എക്സ്പീരിയൻസ് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഇങ്ങനെ കറങ്ങണേ ഒരു 4-5 വണ്ടി നമ്മൾ കണ്ടിട്ടുണ്ടോ? പല രീതിയിലുള്ള വണ്ടികൾ കണ്ടു. അപ്പൊ നല്ല വലട്ടെന്നെ പിടിച്ചോണ്ട് അഭിപ്രായം. കട്ടിയുള്ള വില, കട്ടിയുള്ള വിലക്ക് തെരഞ്ഞു പിടിക്കുക നല്ല തന്നെ കിട്ടും. കുറച്ച് തെരയണം. ABS ആന്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം, അതിനകത്ത് സെൻസർ കാര്യങ്ങളെല്ലാം നോർമലാണ്. പിന്നെ SRS തന്നെ എയർ ബാഗ് അതെല്ലാം ഇതുവരെ ഒന്നും ഓപ്പൺ ആയിട്ടില്ല. വേറെ ഇതിൻ്റെ അകത്ത് സിഗ്നലുകളൊന്നുമില്ല. ഓക്കെ. അങ്ങനെ വണ്ടി പർച്ചേസ് ചെയ്ത് പേപ്പർ വാങ്ങലൊക്കെ നമ്മൾ ക്ലിയർ ആക്കിട്ടോ. അങ്ങനെ ഞങ്ങൾ വണ്ടി ഡെലിവറി എടുത്ത് കസ്റ്റമർക്ക് കുറച്ച് എക്സ്ട്രാ ഫിറ്റിങ്സ് സാധനങ്ങൾ വാങ്ങാണ്ടായി കേട്ടോ. അതും പാടെ വാങ്ങിയിട്ടാണ് ഞങ്ങൾ കസ്റ്റമറെ വിടുന്നത് ഇവിടുന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ട്രസ്റ്റബിൾ ആയിട്ട് വാഹനം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടോക്കിയോ കാർസിനെ ബന്ധപ്പെടുക. കസ്റ്റമർ റിവ്യൂ ഞാൻ പരിചയപ്പെടുത്തി തരാം. കാരണം ഞങ്ങൾ ഈ മുതലാ ഉണ്ടോ സാധനം കണ്ടങ്ങൾ ഫോർച്യൂണർ. മോനെ എന്താ എൻ്റെ അഭിപ്രായം? വലൈക്കും അസ്സലാം. എന്താ നമ്മളെ ഫോളോവേഴ്സിനോട് എന്താ എനിക്ക് പറയാല്ലേ? വണ്ടി അൽഹംദുലില്ലാ ഞങ്ങള് 4 ദിവസത്തോളം ഏകദേശം ഒരു 3 വണ്ടികൾ ഞങ്ങൾ പോയി കണ്ട്. അതില് നമുക്ക് കണ്ടതിൽ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി എന്ന് പറയാനുള്ളതാണ് ഈ വണ്ടിക്ക്. പറഞ്ഞു കഴിഞ്ഞാല് റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഇല്ല, ഒന്നുമില്ല. നമ്മളെല്ലാ മെഷീനറും വെച്ച് ചെക്ക് ചെയ്തിക്കണ്. നമ്മളെ റാഷി അഫ്സലും അൽഹംദുലില്ലാ വളരെ ഹെൽപ്ഫുൾ ആണ്. മാഷാഅല്ലാഹ്. ഞാൻ ഫസ്റ്റ് പോയി കണ്ട വണ്ടി പറഞ്ഞാല് ഇപ്പൊ ഞാൻ ഒറ്റക്ക് വന്നിരുന്നെങ്കിൽ ഞാൻ ആ വണ്ടി എടുത്തിരുന്നു. ഞാൻ വണ്ടി കണ്ട് കുറച്ചുകൂടത്ത് മനസ്സിലായില്ല. നമ്മൾ ആ മെഷീനറൊക്കെ ചെക്ക് ചെയ്തപ്പോഴാണ് മനസ്സിലായത്. അപ്പൊ നമ്മൾ അത് ഒഴിവാക്കി. പിന്നെ വേറെ വണ്ടി പോയി കണ്ട്, അതും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ വന്ന് കണ്ട് നമ്മൾ ഫുൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോ വണ്ടിമേ റീപെയിന്റോ അല്ലെങ്കിൽ റീപ്ലേസ്മെന്റോ ഒന്നും ഇല്ലാന്ന് മനസ്സിലായി. പിന്നെ നമ്മൾ ചെക്ക് ചെയ്ത് ഷോറൂം എടുത്ത് റെഡി ആയി നോക്കുമ്പോ പിന്നെ വിലയുടെ വിഷയത്തിൽ ചെറിയൊരു തർക്കം ഉണ്ടായിരുന്നു. പക്ഷെ ഒന്ന് ഇടപെട്ടിങ്ങാണ്ട് നെഗോഷിയേറ്റ് ചെയ്ത് ക്ലിയർ ചെയ്തെന്നല്ല. അപ്പൊ അതിന്റെ പേര് ഷമീം. ഇത് ഷമീമിന്റെ ഫ്രണ്ട് കുടുംബക്കാരനൊക്കെയാണ്. എൻ്റെ പേര് പറഞ്ഞോട് ഫസൽ. എടപ്പാളാട്ടോ ഇവർ രണ്ടാളും സ്ഥലം. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ വാഹനങ്ങൾ പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക ഡൽഹി വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് വാഹനങ്ങൾ പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്ത് കൂടിക്കോളി. അടുത്ത ഡൽഹി വിശേഷമായിട്ട് നമുക്ക് ഇനിയും വരാം.